അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ അകത്ത് എനിക്ക് പറയാനുള്ളത് അതായത് അബ്ദുറഹീമിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഏകദേശം എത്രയോ ആൾക്കാർ ആകാംക്ഷയോട് കാത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഈ അബ്ദുറഹീം എന്ന് പറയുന്ന ഈ ഒരു യുവാവിൻ്റെ ഒരു വിഷയം. അതായത് ഏകദേശം 20 കൊല്ലത്തോളമായി ജയിലിൽ കഴിയുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, എത്ര കൊല്ലം? 1 കൊല്ലമോ 2 കൊല്ലമോ അല്ല, 20 കൊല്ലമാണ്. ആ 20 കൊല്ലത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ശേഷം അവസാനം ഇന്നാണ് അതിൻ്റെ ഒരു ശിക്ഷയുടെ കാലാവധി ഇന്ന് കഴിയുന്നുള്ളത്. ഈ ഒരു കാലാവധി കഴിയുന്ന സമയത്ത് എല്ലാവരും, വീട്ടുകാരും, ഉമ്മയുടെ കണ്ണുനീരൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി ന്യൂസ് ചാനലിലൂടെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഉമ്മയുടെ ഒറ്റൊരു കണ്ണുനീരിൻ്റെ കാരണമാണ് അന്ന് 34 കോടി എന്ന രൂപ, വലിയൊരു സംഖ്യ നമുക്ക് ശേഖരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതായത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുറേ ആൾക്കാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആയതുകൊണ്ട് അപ്പോൾ ആ ഒരു 34 കോടിയല്ല 40 കോടിൻ്റെ അടുത്തോളം അന്ന് പിരിയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഒറ്റൊരു കാരണം കൊണ്ടാണ് ആ ഉമ്മയുടെ ഒരു കണ്ണുനീര് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ കിട്ടുന്ന ന്യൂസ് പ്രകാരമായിട്ട് ഇന്ന് കാലാവധി കഴിയുന്നുണ്ട്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കുടുംബവും നാട്ടുകാരും മലയാളികളും ഒന്നിച്ച് ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂ മീഡിയ വണ്ണിൽ തൻ്റെ സഹോദരന്, അതായത് റഹീമിൻ്റെ സഹോദരന് പറയുന്ന ചില വാക്കുകളുണ്ട്. അതൊന്നും നമുക്ക് കേട്ടു നോക്കാം. രാത്രിയോടുകൂടെ ഈ തടവ് കാലാവധി പൂർത്തിയാവുകയാണ്. അത് ഇന്ന് 19-ാം തീയതി ലാസ്റ്റ് ദിവസമാണ് അവൻ്റെ ശിക്ഷാ കാലാവധിൻ്റെ. ഏകദേശം 12 മണി അവസാനിക്കുന്നതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരം. അതിനുശേഷം എപ്പോഴും നാട്ടിലേക്ക്, അതായത് ഇന്നലെയാണ് അതിൻ്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു അപ്ഡേഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം വൈകിട്ട് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ എന്നാണ് ഒന്ന് കിട്ടുന്ന വിവരം. കാരണം എല്ലാം അവസാനിച്ചിട്ടുണ്ടെങ്കിലും ഇനി എയർപോർട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിലേക്ക് പോയാൽ ആ സമയത്ത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ നാട്ടിലേക്ക് തിരിച്ചു എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും വരുമ്പം ഉമ്മയുടെ ആ കണ്ണീരാണ് കാണുന്നത്. ഉമ്മയുടെ ഒരു നിറഞ്ഞ പുഞ്ചിരിക്കാനുള്ള കാത്തിരിപ്പാണ്. എല്ലാവരും നമ്മുടെ ഫാമിലി എല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ്. അപ്പോൾ ഫാമിലി എല്ലാവരും ഉമ്മാൻ്റെ മക്കളൊക്കെ വൈകിട്ടോടുകൂടി ഇതൊരു അപ്ഡേറ്റ് എങ്ങനെയാണെന്നനുസരിച്ചിട്ട് എല്ലാവരും വരാൻ നിൽക്കുകയാണ്. അപ്പോൾ ഉമ്മ ഇപ്പോൾ എന്താ സംഭവിച്ചാൽ ഉമ്മ ചാനലിൻ്റെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വരാത്തത് എന്താണ്, അവൻ വന്നതിന് ശേഷം വരാം. ചരിത്രത്തിന് 2 വർഷമായല്ലോ ക്യാഷ് പിരിച്ച് അവർക്ക് കൊടുത്തിട്ട്. അപ്പോൾ ഓരോ മാസം കേസ് വിളിക്കുമ്പോഴും നാളെ വരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് കൊടുത്ത് ഉമ്മ ഇപ്പം അവൻ വരട്ടെ, ഞാൻ അവന് വന്നിട്ട് ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ വരുള്ളൂ എന്നുള്ള ഒരു അതിൽ നിൽക്കണം. അതേപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 1 അവറിന് മുമ്പ് വന്ന ന്യൂസിന്റെ അടിസ്ഥാനം ഇങ്ങനെയാണ്. ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ ശിക്ഷാ കാലാവധി ഇന്ന് പൂർത്തിയാക്കും. ശിക്ഷാ കാലാവധി പൂർത്തിയാകുന്നതോടെ അബ്ദുൾ റഹീമിനെ ജയിൽ മോചിതനാക്കാനുള്ള നടപടികൾക്ക് തുടക്കമാകും. റഹീമിനെ നാട്ടിലേക്ക് കയറ്റി അയക്കാനുള്ള എക്സിറ്റ് നടപടികൾ പൂർത്തിയാകാനുണ്ട്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ 20 വർഷത്തെ ജയിൽ ശിക്ഷാ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. 2006 അബ്ദുൾ റഹീം സൗദി ജയിലിലാകുന്നത്. സൗദി ബാലൻ അബദ്ധത്തിൽ മരിച്ച കേസിലാണ് അറസ്റ്റിലായത്. മലയാളികൾ ഒത്തൊരുമിച്ച് സ്വരൂപിച്ച 34 കോടി രൂപ ബ്ലഡ് മണി കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന് നൽകി വധശിക്ഷയിൽ നിന്നും നേരത്തെ അബ്ദുൾ റഹീമിന് മാപ്പ് ലഭിച്ചിരുന്നു. 20 വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീം അദ്ദേഹത്തിന്റെ ജയിൽ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയാണ് പുറത്തിറങ്ങുന്നത്. ഈ ദിയാധനം നൽകിയതിലൂടെ അദ്ദേഹത്തിന്റെ വധശിക്ഷ ഒഴിവാക്കപ്പെടുകയാണ് ഉണ്ടായത്. അതേസമയം അദ്ദേഹത്തിന് വിധിച്ചിരുന്ന ജയിൽ ശിക്ഷ അദ്ദേഹത്തിന് പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഏകദേശം 1 വർഷത്തിന് മുമ്പ് തന്നെ ഈ പണം സമാഹരിച്ച് നൽകിയിട്ടും അതിന്റെ മോചനം നീണ്ടുപോയത്. ഒരുപാട് നിയമ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഇതിനായി രാപ്പകൽ അധ്വാനിച്ച നിരവധി ആളുകളുണ്ട്. റഹീം നിയമസഹായ സമിതിയിലെ അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇതുവരെയായിട്ടും ഇത്ര മാത്രമാണ് അപ്ഡേഷൻ വന്നിട്ടുള്ളത്. ഇതായിട്ടും നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം, മറ്റൊന്നും ചെയ്യാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ അബ്ദുൾ റഹീമിന് നാട്ടിലേക്ക് തിരിച്ചു വരാനും തൻ്റെ കുടുംബത്തിൻ്റെ കൂടെ കഴിയാനും പൊന്നുമ്മയെ കാണാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഉമ്മയാണെങ്കിലോ കണ്ണീരോടുകൂടി എത്രയോ കൊല്ലങ്ങളായി, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, 20 കൊല്ലത്തോളമായി അവിടെ കഴിയുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു അല്പം ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1 കൊല്ലമോ 2 കൊല്ലമോ അല്ല, 20 വർഷമാണ് ആ ജയിലിൽ കഴിയേണ്ടി വന്നത്. മാത്രമല്ല എനിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരള മലയാളികൾ എല്ലാവരും ഒന്നടങ്കം ഒരു മതം പോലും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അബ്ദുൾ റഹീമിൻ്റെ അന്ന് അവർ വധശിക്ഷയ്ക്ക് വിധിച്ച ആ ഒരു സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അതിന് വേണ്ടതായ തുക രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ സംഘടിച്ചത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അത് കേരളത്തിൻ്റെ ഒരു അഭിമാനം തന്നെയാണ്.
ഈ സമയത്ത് മാത്രമല്ല പല സമയത്തും കേരളം ഒന്നടങ്കം നിന്ന എത്രയോ സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ചില പുഴുക്കലൊക്കെ ഉണ്ടാവും, അതായത് വർഗീയവാദികൾ, അതൊക്കെ പറയാൻ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേ കേരള മലയാളികൾ ഒന്നടങ്കം ഒന്നിച്ചു നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. അതിന് ഏറ്റവും വലിയ തെളിവാണ് അബ്ദുറഹീമിൻ്റെ അന്നത്തെ അവർ 34 കോടി രൂപ പിരിപ്പിച്ചെടുത്തത്. ഏതായിട്ടും ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദുറഹീമിന് ഖൈറായ നിലയ്ക്ക് നാട്ടിലേക്ക് എത്താൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.